RJDയുടെ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ട് ശ്രീ MB ശ്രേയാംസ്കുമാർ അങ്ങോട്ട് കയറി അഭിപ്രായം പറയും. അപ്പോൾ ഞാൻ മത്സരിക്കില്ല. ഞാൻ കഴിഞ്ഞ തവണ തീരുമാനിച്ചാൽ 2001 എന്തൊക്കെയോ നിർബന്ധ ബുദ്ധിമുട്ട് അല്ലല്ല ഞാൻ തീരുമാനിച്ചു അല്ലല്ല അതന്നെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മത്സരിക്കാൻ ഇല്ലായിരുന്നു. പക്ഷേ വളരെ നിർബന്ധത്തെ വഴങ്ങിയിട്ടാണ് മത്സരിച്ചത്. എല്ലാ സമയവും എല്ലാ തവണയും നിർബന്ധം വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ മത്സര രംഗത്തില്ല. അത് അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇല്ല, അതായത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്ന് വടകര മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ തലങ്ങളിൽ നിന്നും. ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ഞാനില്ല. കാരണം നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രയോറിറ്റി നിശ്ചയിക്കേണ്ടി വരുമല്ലോ ജീവിതത്തിൽ. ആ സമയത്തി അതുകൊണ്ട് ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞാനില്ല. രാഷ്ട്രീയത്തിലുണ്ട്, സോഷ്യൽ എന്താ പറയുക സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ട്, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞാനില്ല. അതൊക്കെ എന്തിനാ ഇപ്പോൾ അല്ല ഇപ്പോൾ ചോദിക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു പണി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കും. അതെ അതെ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ഇടതുപക്ഷം ഇപ്പം 3ാം തവണ ഭരണത്തിലേക്ക് വരാൻ തോന്നുമ്പോഴും ഈ ബുദ്ധിജീവികൾ നടക്കമൊക്കെ ആളുകൾ പറയുന്നത്, ഇപ്പൊ സച്ചാനന്ദനെ പോലുള്ള ആളുകൾ വരെ പറയുന്നത് ഒരു ഭരണ തുടർച്ച നിരന്തരം വരുന്നത് ഒരു അപജയത്തിലേക്ക് നീങ്ങുന്നു. ഞാനതിന് ഞാൻ വേറൊരു രീതിയിൽ പറയാം. ഈ കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഈ കോൺടെക്സ്റ്റല്ല കേട്ടോ ഞാൻ പറയുന്നത്, സച്ചാനന്ദ കോൺടെക്സ്റ്റല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് ഫ്രം എ ഡിഫറെൻറ്റ് ആംഗിൾ. ഒരു നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ പിന്നെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിനെതിരെ അങ്ങനെയുള്ള പല സംഗതി നടക്കുമ്പോൾ പ്രതികരിക്കുക എഴുത്തുകാരും ബുദ്ധിജീവികളും എല്ലാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ഇന്ത്യയിൽ അവർ വളരെ സൈലൻ്റാണ്. അത് വളരെ നമ്മളെ എന്താ പറയുക ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം പ്രതികരിക്കേണ്ട ആ ഒരു വിഭാഗം ഇന്ന് മൗനം പാലിക്കുകയാണ് ഏത് കാര്യത്തിലെടുത്ത് കഴിഞ്ഞാൽ. ഇപ്പം ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി പിന്നെ ഭരിക്കുന്ന സർക്കാർ, ഇല്ല ഏകാധിപത്യ പ്രവണതയുള്ള ആൾക്കാർ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ, മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് സ്പർദ്ധ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള പല സംഗതികൾ പണ്ടാരെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകരും അല്ലേ? ഇന്ന് അവർ സൈലൻ്റാണ്.